ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. പുറംപറമ്പിൽ കിടന്നെന്നെ കോരിയെടുത്തതങ്ങല്ലേ. പുറംപറമ്പിൽ കിടന്നെന്നെ കോരിയെടുത്തതങ്ങല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. സ്നേഹിതർ മാറിയ നേരം, സോദരർ കൈവിട്ട സമയം. സ്നേഹിതർ മാറിയ നേരം, സോദരർ കൈവിട്ട സമയം. തേടി വന്ന നിന്റെ സ്നേഹം വർണ്ണിച്ചിടുവാൻ അസാധ്യം. തേടി വന്ന നിന്റെ സ്നേഹം വർണ്ണിച്ചിടുവാൻ അസാധ്യം. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. പുറംപറമ്പിൽ കിടന്നെന്നെ കോരിയെടുത്തതങ്ങല്ലേ. പുറംപറമ്പിൽ കിടന്നെന്നെ കോരിയെടുത്തതങ്ങല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും പ്രഭാതത്തിൽ ദൈവദിനമായി നിങ്ങളെ അടുത്ത് വരുവാൻ തക്കണം ദൈവം ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് സ്തുതിക്കുകയാണ്. ഇന്നത്തെ ദൈവത്തിൻ്റെ വചനത്തെ കൂടി നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ യോഗ്യനല്ല എന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞ ചില വ്യക്തികളെ പരിചയപ്പെടുത്തുവാനാണ്. ഐ ആം നോട്ട് വർത്തി. യേശുവിൻ്റെ അടുക്കൽ ശതാധിപൻ പറഞ്ഞു, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 8-ാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ യേശുവിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞത്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 7-ാം വാക്യം. യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട ശേഷം ഏദോം ദേശത്ത് എത്തിയപ്പോൾ തൻ്റെ സഹോദരനായ ഏശാവിൽ നിന്നും രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ യാക്കോബ് പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 10-ൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഇംഗ്ലീഷിൽ ഐ ആം നോട്ട് വർത്തി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യാക്കോബ് ദൈവസന്നിധിയെ സംബന്ധിച്ച് ഞാൻ യോഗ്യനല്ല. യേശു പറഞ്ഞു, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. മത്തായിയുടെ സുവിശേഷം 30-ാം അധ്യായം 37-ാം വാക്യത്തിൽ 10-ാം അധ്യായം 37-ാം വാക്യത്തിൽ. തിരുവഴുത്തിൽ അനേക ഇടങ്ങളിൽ യോഗ്യത ഇല്ല എന്ന് പറയുന്ന സന്ദർഭങ്ങളുണ്ട്. അതൊന്നും എടുത്തു പറവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും പറവാനുള്ളത് ഞാൻ യോഗ്യനല്ല എന്ന് തന്നെയാണ്. അതിന് കാരണം, പാപത്തിൽ പിറന്നവർ, പാപമംഗലമായ ലോകത്തിൽ ജീവിക്കുന്നവർ, ദൈവത്തിനായ ക്രിസ്തുവുമായി ബന്ധപ്പെടുവാനോ സമീപത്തേക്ക് ചെല്ലുവാനോ നാം യോഗ്യരല്ല. പാപകുഷ്ഠത്താൽ സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവർ, ഒരു കണ്ണിനും ദയ തോന്നാതെ പുറംപറമ്പിൽ ഉപേക്ഷിക്കപ്പെട്ടവർ. എന്നാൽ തേടി വന്ന ദൈവസ്നേഹമാണ് നമ്മെ യേശുവിലേക്ക് വരുവാൻ യോഗ്യരാക്കിയത്. നമ്മുടെ പാപക്കറകളെ കാൽവരിയിൽ മനുഷ്യവർഗത്തിന് വേണ്ടി ചിന്തപ്പെട്ട പരിശുദ്ധമായ രക്തം കൊണ്ട് കഴുകി നമ്മെ വെടിപ്പുള്ളവരാക്കി. നമ്മുടെ അയോഗ്യതകൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചിട്ട് നമ്മെ യോഗ്യരാക്കി തീർത്തു. നമുക്കൊന്നും പുകഴുവാനില്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനമത്രേ. നമ്മുടെ സ്നേഹിതരും സഹോദരങ്ങളും എല്ലാം നമ്മോട് ദയ കാണിക്കാതെ തള്ളപ്പെട്ട സ്ഥാനത്ത് സ്നേഹവാനായ യേശു അരികിലെത്തി
നമ്മളെ ശുദ്ധി ചെയ്ത് തൻ്റെ മക്കളാക്കി തീർത്തു. ഏതൊരു വ്യക്തി ദൈവസന്നിധിയിൽ ഞാൻ യോഗ്യനല്ല എന്ന് സമ്മതിക്കുന്നുവോ അവരെ യോഗ്യരാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര അത്ഭുതം. ശതാധിപൻ പറഞ്ഞത് യേശു അവൻ്റെ പുരയ്ക്കകത്ത് പോലും വരുവാൻ തക്ക യോഗ്യത തനിക്കില്ല എന്നാണ്. സൈന്യങ്ങളുടെ തലവനായി പൊതുസമൂഹത്തിൽ ആദരിക്കപ്പെട്ടവൻ എന്നിരുന്നാൽ തന്നെയും യേശുവിന് മുൻപാകെ നിന്നപ്പോൾ അവൻ്റെ ഉള്ളം പറഞ്ഞു, യേശു നിൻ്റെ പുരയ്ക്കകത്ത് പോലും വരുവാൻ നിനക്ക് യോഗ്യതയില്ല എന്ന്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത്. ശതാധിപൻ്റെ ഹൃദയത്തിലെ ചിന്ത അവൻ്റെ വായിലൂടെ പുറത്തു വന്നു. അങ്ങനെ സമ്മതിച്ചതിൻ്റെ വെളിച്ചത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കാണാം. ഇസ്രായേൽ ജനത്തെ ഫറവോൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ചെടുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ച മോശയും അവൻ്റെ അയോഗ്യതകളെപ്പറ്റി ദൈവത്തോട് സംസാരിക്കുന്നു. വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ് എന്നിങ്ങനെ പറയുന്നു. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗലിനെ അഭിഷേകം ചെയ്യുമ്പോൾ ശൗമേൽ പ്രവാചകനോട് പറയുന്നത് രാജസ്ഥാനത്ത് എത്തപ്പെടണമെന്നുള്ള യോഗ്യത തനിക്കില്ല. ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമിൻ ഗോത്രത്തിലെ ഏറ്റവും ചെറിയ കുടുംബത്തിലുള്ളവനും ആകയാൽ രാജാവായിരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. അങ്ങനെ സമ്മതിച്ച ശൗലിനെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തു. ദാവീദും തൻ്റെ അയോഗ്യതകളെപ്പറ്റി പലയിടത്തും സമ്മതിക്കുന്നുണ്ട്. നാം പലപ്പോഴും സ്വയം യോഗ്യരെന്ന് ചിന്തിക്കാം. മോശ ഹോരേബിൽ പർവ്വതത്തിൽ ദൈവസന്നിധിയിൽ നിന്നപ്പോഴാണ് മനസ്സിലായത് താൻ നിൽക്കുന്ന ഇടം വിശുദ്ധമാണെന്ന്. ദൈവം മോശയോട് പറഞ്ഞത്, നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളക. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ സ്വയം എപ്പോഴും നമ്മോട് സംസാരിക്കുന്നത് നിനക്ക് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോയാൽ മതി, ഇത്രയും വിശുദ്ധിയൊക്കെ മതി. എന്നാൽ ദൈവം മുൻപാകെ എത്തുമ്പോഴാണ് നാം ആരാണെന്ന് അറിയുന്നത്. ഇസ്രായേൽ ജനത്തെ നോക്കി നിങ്ങൾക്ക് ഹാകഷ്ടം എന്ന് വിളിച്ചു പറഞ്ഞ് നടന്ന യെശയ്യാ പ്രവാചകൻ ദൈവിക ദർശനം പ്രാപിച്ചപ്പോൾ താൻ പറഞ്ഞത്, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരമുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. പിന്നത്തേത് സാറാഫുകളിൽ ഒരുവൻ തീക്കനൽ കൊണ്ട് തൻ്റെ പ്രവാചകൻ്റെ അതിരത്തെ തൊട്ട് ശുദ്ധമാക്കി. ആകയാൽ സ്വയം ശുദ്ധരെന്ന് കരുതി മറ്റുള്ളവരുടെ കുറ്റത്തെ കണ്ടെത്താതെ ദൈവിക ദർശനം പ്രാപിക്കുമ്പോൾ നമുക്ക് സ്വയം പറയാം, കർത്താവേ ഞാൻ യോഗ്യനല്ല, എന്നെ യോഗ്യനാക്കണമേ എന്ന് കുറവുകളെ ഏറ്റു പറയാം. ദൈവം നമ്മെ യോഗ്യരാക്കും. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.